നമസ്കാരം. പുതിയൊരു വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവർക്കും സുഖമാണോ? എല്ലാവരും സുഖമായിട്ട് സന്തോഷമൊക്കെ ആയിരിക്കുന്നു വിചാരിക്കുന്നു. നമ്മളിവിടെ അടിപൊളിയായിട്ടിരിക്കുന്നു കേട്ടോ. അപ്പോൾ ഞങ്ങളിതാ കുളിച്ച് ഒരുങ്ങി എല്ലാവരും കൂടി ഒരു ചെറിയ ഫംഗ്ഷൻ അറ്റൻഡ് ചെയ്യാനായിട്ട് പോവാണ് കേട്ടോ. അപ്പോൾ ഇവിടെ എന്നൊക്കെ പറഞ്ഞാൽ നാട്ടിലെ പോലെയല്ലല്ലോ, ആഴ്ചയ്ക്ക് ഫംഗ്ഷനും കല്യാണവും വിരുന്നും ഒന്നും തന്നെ ഉണ്ടാവില്ലല്ലോ. ഇവിടെ ഇടയ്ക്കൊക്കെ ഇങ്ങനെ ആരെങ്കിലുമൊക്കെ എന്തിനെങ്കിലും ഫംഗ്ഷൻസിന് വിളിച്ചാൽ തന്നെ ഭയങ്കര സന്തോഷമാണ്. ശരത്തേൻ്റെ ഭയങ്കര നിർബന്ധമാണ് കേട്ടോ, നമ്മൾ ഫാമിലി ആയിട്ട് എല്ലാത്തിനും അറ്റൻഡ് ചെയ്യണം എന്നുള്ളത്. എക്സെപ്റ്റ് എന്തെങ്കിലും അസുഖമൊക്കെ ആയിട്ടുണ്ടെങ്കിൽ പിന്നെ രക്ഷയില്ലല്ലോ. അതല്ലാത്ത പക്ഷം നമ്മളെല്ലാവരും കൂട്ടിക്കൊണ്ടേ ശരത്തേട്ടൻ പോകുള്ളൂ, അല്ലെങ്കിൽ ശരത്തേട്ടൻ പോകണില്ല എന്ന് പറയും. അങ്ങനെയാണ് കേട്ടോ. പിന്നെ ഇങ്ങനെയൊക്കെ പോകാനും എല്ലാവരും കാണാനൊക്കെ എനിക്കും ഭയങ്കര ഇഷ്ടമാണ്. നമ്മളെന്നും ഇങ്ങനെ വീട്ടിനകത്ത് തന്നെ ഇരിക്കുമ്പോൾ നമുക്ക് ആരും കാണാൻ പറ്റാണ്ടാവുമ്പോഴുള്ള ഒരു വീർപ്പ് മുട്ടലുണ്ടാവില്ലേ, അത് ഇങ്ങനെയുള്ള ചെറിയ ഗെറ്റ് ടുഗെദറോ അല്ലെങ്കിൽ ചെറിയ എന്തെങ്കിലും ഫങ്ഷൻസോ ഒക്കെ വരുമ്പോൾ എല്ലാവരും കണ്ടൊന്ന് സംസാരിക്കുമ്പോൾ ഭയങ്കര സന്തോഷം തോന്നും കേട്ടോ. അപ്പോൾ അത് കാരണം കൊണ്ട് നമ്മൾ ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും ഒരിക്കലും മിസ് ചെയ്യാറില്ല. അപ്പം ഞങ്ങളിതേ ഇവിടുന്ന് ഒരു 15 മിനിറ്റിൻ്റെ ദൂരമുള്ള കേട്ടോ. തൊട്ടടുത്താണെന്ന് സാരം. അതുകൊണ്ട് തന്നെ രാവിലെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച് പതുക്കെ ഒന്ന് ഒരുങ്ങിയിട്ടാണ് ഞങ്ങൾ അവിടേക്ക് പുറപ്പെട്ടത് കേട്ടോ. അപ്പോൾ അവിടെ കുറച്ച് പൂജയും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കണക്കാക്കിയിട്ട് ആണ് ഞങ്ങൾ വീട്ടിൽ നിന്ന് പോകുന്നത്. പിന്നെ ഇവിടെ ട്രാഫിക് ബ്ലോക്ക് ഉള്ള കാരണം കൊണ്ട് ഉള്ള ഒരു കുറവ് മാത്രമേ ഉള്ളൂ, അല്ലെങ്കിൽ നമുക്ക് 5 മിനിറ്റ് കൊണ്ട് എത്താവുന്ന ദൂരം മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പോൾ അങ്ങനെ ഞങ്ങളിതാ ഫംഗ്ഷൻ നടക്കുന്ന ഫ്ലാറ്റിലേക്ക് എത്തിയിട്ടുണ്ട്. അവിടെ ചെന്നപ്പോൾ ശരത്തേൻ്റെ കുറേ ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു. അപ്പോൾ ശരത്തേൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ ഫ്ലാറ്റിലേക്കാണ് നമ്മൾ ഈ പോയിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇവരെല്ലാവരും MBAക്ക് ഒന്നിച്ച് ഇവിടെ ബാംഗ്ലൂർ പഠിച്ചതാണ്. അപ്പോൾ അന്ന് തൊട്ടേയുള്ള കൂട്ടാണ്. ശരത്തേട്ടനുമായിട്ട് ഒരുപാട് വർഷത്തെ ബന്ധമുണ്ട് കേട്ടോ ഇവരൊക്കെ തമ്മിൽ. അങ്ങനെ ഇവർ വഴി എനിക്ക് ഇവരുടെ ഭാര്യമാരുമായിട്ട് ഫ്രണ്ട്ഷിപ്പ് കിട്ടിയെന്ന് മാത്രം. അത് കാരണം കൊണ്ട് ഇവിടെ ആരെങ്കിലുമൊക്കെ ഉണ്ടോ ഫ്രണ്ട്സ് എന്ന് ചോദിച്ചാൽ എനിക്ക് പറയാനായിട്ട് 4 പേരുടെ പേര് പറയാനായിട്ടും ഉണ്ടാവും. ഇവരെല്ലാവരും ഒരുമിച്ച് പഠിച്ചതാണ് കേട്ടോ. റോമയും സൗരഭും ഹരിചേട്ടനും പിന്നെ രവിയും ശരത്തേട്ടനും എല്ലാവരും ഒന്നിച്ച് പഠിച്ചവരാണ്. അപ്പോൾ ഇത് അശ്വതിയാണ്. അപ്പോൾ അശ്വതി ഹരിച്ചേട്ടൻ്റെ വൈഫാണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾ കണ്ടപ്പോഴേ തൊട്ടേ ഭയങ്കര സംസാരമായിരുന്നു. ഒരുപാട് സംസാരിച്ച് കേട്ടോ, ഒത്തിരി കാര്യങ്ങൾ എന്തൊക്കെയോ വളവളാന്ന് സംസാരിച്ചു. എനിക്കാണെങ്കിൽ ഒരാളെ കിട്ടാൻ കാത്തിട്ടായിരുന്നു ഞാൻ ഇരുന്നേരുന്നത്. അപ്പോൾ മക്കളൊക്കെ അതിൻ്റെ ഇടയിൽ ഐസ്ക്രീം കഴിക്കുന്നു, ഭക്ഷണം കഴിക്കുന്നു. ഞങ്ങൾ അതൊന്നും വീഡിയോ എടുത്തില്ല, കാരണം ഒത്തിരി സംസാരിച്ച് ഇരിക്കലായിരുന്നു പരിപാടി. കാരണം ഇവരൊക്കെ വല്ലപ്പോഴല്ലേ കാണുന്നുള്ളൂ. ആ സമയത്ത് വീഡിയോ എടുക്കാനൊന്നും അങ്ങനെ തോന്നിയില്ല. ഇത് ഏകദേശം ഞങ്ങൾ തിരിച്ചു പോകാനുള്ള സമയമൊക്കെ ആയപ്പോഴാണ് ഞാൻ കുറച്ചെങ്കിലും വീഡിയോ എടുത്തത്. അപ്പോൾ ഇത് റോമയാണ് കേട്ടോ. റോമയും ശരത്തേൻ്റെ ഫ്രണ്ടാണ് കേട്ടോ. ഞാൻ പറഞ്ഞില്ലേ MBA ഒന്നിച്ച് പഠിച്ചതാണെന്ന്. അപ്പോൾ അവൾ രാവിലെ തൊട്ട് ഭക്ഷണം കഴിക്കേണ്ട നേരത്തെ കഴിക്കുന്ന നേരത്ത് ഞാനൊരു 2 മിനിറ്റ് ഒരു ഫോട്ടോ എടുക്കാമല്ലോ, നമുക്ക് ഒരുമിച്ച് എടുക്കാമെന്ന് ഞങ്ങൾ ഇറങ്ങാൻ നിൽക്കുമായിരുന്നു. ആ നേരത്താണ് റോമ ഭക്ഷണം കഴിച്ചിരുന്നത്. അപ്പോൾ ഒരു ഫോട്ടോ എടുത്തിട്ട് പോകാമെന്ന് പറഞ്ഞപ്പോൾ ഞാനും കയറി നിന്നു. പിന്നെ വീഡിയോ ഒക്കെ നമ്മൾ യൂട്യൂബർ ആയ കാരണം കൊണ്ട് ചെറിയൊരു വീഡിയോൻ്റെ ക്ലിപ്പൊക്കെ എടുത്തു കേട്ടോ. അപ്പോൾ അങ്ങനെ റോമ കഴിക്കാനായിട്ട് പോയി. വിശന്നിട്ട് വയ്യാന്ന് പറയുന്നുണ്ടായിരുന്നു. ഞാനും അശ്വതിയൊക്കെ അവിടെ ചെറിയ ഗാർഡനും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതിൻ്റെ ഇടയിലൊക്കെ കുറച്ച് നേരം നടന്ന് വർത്താനൊക്കെ പറഞ്ഞ് ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുക്കലും കാര്യങ്ങളൊക്കെ ആയിരുന്നു. ശരത്തേട്ടനാണെങ്കിൽ ഫ്രണ്ട്സിനെ കണ്ടപ്പോൾ പിന്നെ വർത്താനം കോരി ചൊരിഞ്ഞ് അവിടെ ഏതോ ഒരു ഭാഗത്ത് മാറി ഇരിപ്പുണ്ടായിരുന്നു. ഞങ്ങൾ പിന്നെ ശല്യപ്പെടുത്താനായിട്ട് പോകില്ല കേട്ടോ. ഒരു ഫ്രണ്ട്സ് അല്ലേ, ഒത്തിരി നാളുകൾക്ക് ശേഷം കാണുമ്പോൾ അവർക്ക് ഒരുപാട് കാര്യങ്ങൾ സംസാരിക്കാനായിട്ടൊക്കെ ഉണ്ടായിരിക്കുമല്ലോ. പിന്നെ മക്കളൊക്കെ തമ്മിൽ വല്ലപ്പോഴും കണ്ടാലും അവർ ഫ്രണ്ട്സ് തന്നെയാണ് കേട്ടോ. അവർക്കൊന്നും ഒരു പരിചയത്തിൻ്റെ ആവശ്യമില്ല, മുൻപരിചയത്തിൻ്റെ ആവശ്യമേ ഇല്ല. അവർക്ക് ആരെങ്കിലുമൊക്കെ കളിക്കാനുണ്ടായിരുന്നു. ഒരു സ്റ്റാർട്ടിങ് ട്രബിൾ ഉണ്ടായിരിക്കും എപ്പോഴും. അത് കഴിഞ്ഞാൽ പിന്നെ തിരിച്ചു പോരാൻ നേരം ഇവർക്കെല്ലാം വിഷമമാണ് കേട്ടോ, തിരിച്ചു പോരാണെന്ന് പറയുമ്പോഴത്തേക്കും. അപ്പോൾ അങ്ങനെ അവരൊരു ഭാഗത്ത്, ശരത്തേട്ടനും ഫ്രണ്ട്സും വേറൊരു ഭാഗത്ത്, ഞങ്ങൾ വേറൊരു ഭാഗത്ത്, അങ്ങനെ വർത്താനം പറഞ്ഞ് സമയം പോയതേ അറിഞ്ഞില്ല. മക്കളൊക്കെ ആയതിന് ശേഷമാണ് കേട്ടോ എല്ലാവരും ബിസി ആയി പോയത്, കുട്ടികളുടെ സ്കൂളും കാര്യങ്ങളൊക്കെ ആയിട്ട്. അതിന് മുന്നേ പിന്നെയും വല്ലപ്പോഴൊക്കെ ഒന്ന് ഒരു ഗെറ്റ് ടുഗെദറും കാര്യങ്ങളൊക്കെ ഉണ്ടാവാറുണ്ടായിരുന്നു. ഇവർക്കൊക്കെ സ്കൂളും കാര്യങ്ങളൊക്കെ ആയി പിന്നെ എല്ലാവരും ഭയങ്കര ബിസി ആയിപ്പോയി. പിന്നെ അടുത്തല്ല ഇവരൊന്നും താമസിക്കുന്നത്, കുറച്ച് ദൂരവും കാര്യങ്ങളൊക്കെ ഉണ്ട്. എന്നാലും ഇനി നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഇടയ്ക്കൊരു ഗെറ്റ് ടുഗെദറും കാര്യങ്ങളൊക്കെ വെക്കണം എന്നുള്ളത്. കാരണം ഇന്ന് പോലും വരാൻ പറ്റാത്ത കുറേ ഫ്രണ്ട്സ് ശരത്തേട്ടന് വേറെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഇവർ മലയാളികളാണ്
ശരത്താണ്. അങ്ങനെ ശരത്തിന് ഒരുപാട് മലയാളി ഫ്രണ്ട്സ് ഒന്നുമില്ല, കൂടുതലും നോർത്ത് ഇന്ത്യൻസും അങ്ങനെ അതർ ലാംഗ്വേജ് സംസാരിക്കുന്ന ആൾക്കാരാണ് കൂടുതലും ഫ്രണ്ട്സായിട്ടുള്ളത്. അപ്പം ഇവരാണ് ആകെ മലയാളികൾ. അതാണ് എൻ്റെ ഒരു ആശ്വാസം. എനിക്ക് നമ്മുടെ ഭാഷയിൽ സംസാരിക്കുമ്പോൾ ഭയങ്കര കംഫർട്ടബിളാണ് കേട്ടോ. അപ്പോൾ അശ്വതി ഞാനും ഇന്ന് തകർത്ത് സംസാരിച്ചിട്ടുണ്ടായിരുന്നു. എന്താ ഈ സംസാരിക്കാനുള്ളതെന്ന് ചോദിച്ചാൽ ഞങ്ങൾക്ക് തന്നെ അറിഞ്ഞൂടെ, എന്തൊക്കെയോ പറഞ്ഞു കൂട്ടി. അങ്ങനെ അവരോട് ടാറ്റ ബൈ ബൈ ഒക്കെ പറഞ്ഞ് ഇനിയും കാണാം, അടുത്ത് തന്നെ വെക്കേഷനൊക്കെ ആകുമ്പോൾ എല്ലാവരും തമ്മിലൊരു മീറ്റപ്പൊക്കെ വെക്കണം എന്നൊക്കെ പ്ലാൻ ചെയ്ത് ഞങ്ങൾ താൽക്കാലികമായിട്ട് അവിടെ നിന്ന് പിരിഞ്ഞു. അപ്പോഴത്തേക്ക് ഒരുപാട് സമയമായിട്ടുണ്ടായിരുന്നു. ഞങ്ങൾക്ക് വീട്ടിൽ വെച്ച് ചെന്നിട്ട് വേറെയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് കാരണം കൊണ്ട് ഞങ്ങൾ പോന്നു വീട്ടിലേക്ക്. പിന്നെ ആകെ 10 മിനിറ്റിൻ്റെ ദൂരമല്ലേ ഉള്ളൂ. അതുകൊണ്ട് പെട്ടെന്ന് തന്നെ നമ്മൾ വീട്ടിലേക്ക് എത്തി. അങ്ങനെ ഞാൻ സാരിയെല്ലാം മാറി ഒന്ന് വെയിൽ കാണിക്കാമെന്ന് വിചാരിച്ച് മേലെ വന്നപ്പോഴാണ് നമ്മുടെ പ്രാവിൻകൂട്ടം വന്നിരിക്കുന്നത് കണ്ടു കേട്ടോ. അപ്പോൾ ഞാൻ താഴെ പോയിട്ട് വേഗം ഫോൺ എടുത്ത് വന്നു. അപ്പോൾ എൻ്റെ ഇണക്കം കണ്ടത് കൊണ്ടാണോ എന്താണെന്ന് അറിഞ്ഞുകൂടാ, അവർ കുറേ പേര് പറന്നുപോയി. ഞാനിപ്പോൾ കുറച്ച് ദിവസങ്ങളായിട്ട് ഇവർക്ക് ഭക്ഷണവും വെള്ളമൊക്കെ സ്ഥിരമായിട്ട് വെക്കുന്നുണ്ട്. കാരണം എന്താ വെച്ചാൽ ഒന്ന് വേനൽക്കാലമാണ്, വെള്ളം കിട്ടാനൊക്കെ ഒരുപാട് ബുദ്ധിമുട്ടുണ്ടായിരിക്കും. നമുക്ക് തന്നെ ഇത്രയും ക്ഷീണവും തളർച്ചയും ദാഹവും ഒക്കെ തോന്നുന്നുണ്ടെങ്കിൽ ഈ മിണ്ടാപ്രാണികൾക്ക് എന്തുമാത്രം ബുദ്ധിമുട്ടുണ്ടായിരിക്കും എന്നൊന്ന് ആലോചിച്ച് നോക്കിയേ. അപ്പോൾ നമ്മളാൽ കഴിയുന്ന ഒരു ചെറിയ സഹായം അവർക്കും കൂടി ഇരിക്കട്ടെ, എന്നതൊരു നല്ല കാര്യമല്ലേ. അപ്പോൾ അത് കാരണം കൊണ്ട് ഞാൻ അങ്ങനെ ചെയ്യുന്നതാണ് കേട്ടോ. അപ്പോൾ ഇവിടെ നമ്മൾ വാങ്ങിക്കുന്ന ചെറുപയർ, മുതിര, അതുപോലെ അങ്ങനെയുള്ള സാധനങ്ങളില്ലേ, ഗോതമ്പ്, ഇങ്ങനെയുള്ള ഐറ്റംസൊക്കെയാണ് ഞാൻ അവിടെ മേലെ കൊണ്ട് വെക്കുന്നത്. ആദ്യത്തെ 2 ദിവസം വലിയ എനക്കൊന്നും ഇല്ലായിരുന്നു. ഞാൻ വല്ലപ്പോഴൊക്കെ വെച്ച് കൊടുക്കാറുണ്ടായിരുന്നു പണ്ട്. ഇപ്പം ഞാൻ സ്ഥിരമായിട്ട് വെച്ച് കൊടുക്കുന്നുണ്ട്. എനിക്കിപ്പോൾ അവരെ കൊണ്ട് വലിയ ഉപദ്രവവും കാര്യങ്ങളും ഒന്നുമില്ലല്ലോ. അവർക്കാണെങ്കിൽ വയറ് നിറച്ച് ഭക്ഷണം കഴിക്കാം, വെള്ളം കുടിക്കാം, ഒക്കെയും ചെയ്യാം. പിന്നെ നമുക്കിത് കാണുന്നത് ഭയങ്കര ഒരു സന്തോഷമല്ലേ. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇവർക്ക് ഭക്ഷണവും വെള്ളമൊക്കെ വയ്ക്കുന്നത്. നിങ്ങൾക്കും പറ്റുമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ വീട്ടിലെ ടെറസിലോ അല്ലെങ്കിൽ മരങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതിൻ്റെ ചില്ലകളിലൊക്കെ ഇതുപോലെ തൂക്കിയിട്ടിട്ടുണ്ടെങ്കിൽ അവർ വന്ന് കുടിക്കുകയും കഴിക്കുകയൊക്കെ ചെയ്യും കേട്ടോ. അപ്പോൾ ഒരു ചെറിയ സഹായം നമ്മളെ കൊണ്ട് പറ്റുന്ന പോലെ ചെയ്യുക, അത്രയേ ഉള്ളൂ. അപ്പോൾ ഞാനത് ചെയ്യാൻ തുടങ്ങിയപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമാണ് കേട്ടോ. ഇവർ ചിറകിട്ട് അടിക്കുന്നതും വരുന്നതും കൊത്തിപ്പറക്കി തിന്നുന്നതും ഒക്കെ കാണുന്നത്. നിങ്ങളും ചെയ്ത് നോക്കണേ. അപ്പോൾ ഇന്നത്തെ കുഞ്ഞു വ്ളോഗ് ഇവിടെ അവസാനിക്കുകയാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. അടുത്ത വ്ളോഗിൽ നമുക്ക് വീണ്ടും കാണാം. അതുവരെയ്ക്കും നന്ദി, നമസ്കാരം.